ജലത്തെ കൊണ്ട് അതുപോലെ കിണർ, കുളം പോലെയുള്ളവയെ കൊണ്ടൊക്കെ 4-ാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിലും 7-ാം ഭാവത്തെ കൊണ്ടാണ് ഡാം പോലെയുള്ള വലിയ ജലസഞ്ചയത്തെ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ഒരു 7-ാം ഭാവത്തെ കൊണ്ടാണ്. അപ്പൊ 7-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ 7-ാം ഭാവാധിപതി എന്ന് പറയുന്നത് ബുധനാണ്. അപ്പൊ ഈ 7-ാം ഭാവാധിപതി ബുധനും ആ ബുധന്റെ ദശാകാലം അനുഭവിക്കുന്ന സമയവും അതിന്റെ അപഹാരകാലമായ രാഹു 12-ാം ഭാവത്തിൽ പതന സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജാതകം നമുക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദുർബലത ഈ ഒരു ഡാമിന് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ 7-ാം ഭാവാധിപൻ കർമ്മസ്ഥാനാധിപൻ കൂടെയാണ്. അത് നിൽക്കുന്നത് മൗഢ്യമായിട്ടാണ്, അതായത് ആദിത്യൻ്റെ കൂടെയാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ അതിന് ബലക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഊട്ടിയുറപ്പിക്കാവുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ഡാമിൻ്റെ ബലക്ഷയം എന്നുള്ളത് തന്നെയാണ്. പിന്നെ സർപ്പത്തോടു കൂടി തന്നെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് പലപ്പോഴും